ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ചാപ്റ്റർ ആണ്. പഠിക്കാനല്ല, നമ്മുടെ റാപ്പിഡ് റിവിഷൻ സീരീസ്, അതായത് ബൂസ്റ്റർ സീരീസ് ആണ്. റാപ്പിഡ് റിവിഷൻ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് കാണണമെങ്കിൽ അതിന്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയുള്ള സീരീസ് ആണ് ബൂസ്റ്റർ സീരീസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുക, ഈ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടാവും. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ മതിയെങ്കിൽ ഇതും നോക്കാം. സോ അത് തന്നെ എന്താ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻ. ബ്രോഡും ജനറലുമായ ഗൈഡ് ലൈൻ ആണ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഡിസിഷൻ മേക്കിങ്ങിനും ബിഹേവിയറിനുള്ള ഗൈഡ് ലൈൻ. മനസ്സിലായ? ഒരു കാര്യം ഡിസൈഡ് ചെയ്യാനും ബിഹേവിയർ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. It indicates a cause and effect relationship and helps managers in taking and implementing decisions effectively. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് കാരണം ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇത് യൂസ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മാനേജേഴ്സിന് ഒരു ഡിസിഷൻ എടുക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വേ, അല്ലെങ്കിൽ അവരെ ഡിസിഷൻ മേക്കിങ്ങിനും ഇംപ്ലിമെന്റ് ചെയ്യാനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യും എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി അതിന്റെ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചർ എന്ന് പറഞ്ഞാൽ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്തുകൂടെ? നമുക്ക് ഇതിലെ ഫീച്ചേഴ്സ് നോക്കാം. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. നമ്മുടെ മാനേജ്മെന്റിലെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഏത് ഓർഗനൈസേഷൻ ആയാലും, ബിസിനസ് ആയാലും നോൺ ബിസിനസ് ആയാലും ലാർജ് ആയാലും സ്മോൾ ആയാലും എന്തൊരു ഓർഗനൈസേഷൻ ആയാലും ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. Applicable to all types of organizations, small or large, business or non-business, public or private. എന്ത് ഓർഗനൈസേഷൻ ആയാലും ഈ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം എന്താ? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്താ? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. സെക്കൻഡ് ഫീച്ചർ ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. നമ്മുടെ ഡെഫിനിഷൻ തന്നെ പഠിച്ച് ഇത് എന്താണ്? ഇതൊരു ജനറൽ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ ആണെന്ന് പഠിച്ച്. ജനറൽ ഗൈഡ് ലൈൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ എന്തായാലും ഇവിടെ ഇത് നടക്കും, അല്ലെങ്കിൽ എന്തായാലും സൊല്യൂഷൻ കിട്ടും എന്നൊന്നുമല്ല. ഇതൊരു ജനറൽ ഗൈഡ് ലൈൻ ആണ്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോ കിട്ടാം. മനസ്സിലായ? ഇതൊരിക്കലും നമുക്ക് സ്ട്രെയിറ്റ് റെമഡി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സൊല്യൂഷൻ തരൂല. അപ്പൊ പ്രൊവൈഡ് ജനറൽ ഡയറക്ഷൻ, ഡു നോട്ട് ഗിവ് റെഡിമെയ്ഡ് സൊല്യൂഷൻ. റെഡിമെയ്ഡ് ആയിട്ടൊരു സൊല്യൂഷൻ തരൂല ടു ഓൾ മാനേജറൽ പ്രോബ്ലംസ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബിസിനസ്, നമ്മുടെ ഇൻ റിയൽ ലൈഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ ഈ ഓരോ പ്രിൻസിപ്പിൾസും അതിൻ്റെതായ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. മനസ്സിലായ? അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതാണ് ഇവിടെ പറയണേ. ഇതെല്ലാം ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഇത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അപ്പൊ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? എന്തൊരു പ്രിൻസിപ്പിൾ ആയാലും, ഇപ്പൊ ഒരു കാര്യം പ്രിൻസിപ്പിൾ ആവണമെങ്കിൽ എന്താ? അത് കുറെ ഒബ്സർവ് ചെയ്യണം, കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു നോക്കണം. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇത് ഇങ്ങനെ ചെയ്താൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നെല്ലാം ചെക്ക് ചെയ്തു നോക്കണം, ഇതെല്ലാം ഒബ്സർവ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എങ്ങനെ ഫോം ചെയ്തേക്കണേ? ഓരോ എക്സ്പെരിമെന്റ്സ് നടത്തി, പിന്നെ എക്സ്പീരിയൻസസ് ഒക്കെ ഓൾറെഡി ഉള്ള മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസസ്, പിന്നെ എക്സ്പെരിമെന്റേഷൻ, പിന്നെ അവരുടെ പ്രാക്ടീസ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് എന്ത്? ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ലൈക്ക് എല്ലാത്തിനും വഴങ്ങും. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ പറയുന്നത് എന്താ? ഇത് ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താ? ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഡെവലപ്പ് ചെയ്യണം, ഇത് മോഡിഫൈ ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ഇപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒരിക്കലും എന്താ? റിജിഡ് അല്ല എന്ന് വെച്ചാൽ എന്താ? ഒരിക്കലും ഇങ്ങനെ സ്ട്രോങ് അല്ല. ഇത് എങ്ങനെ വേണേലും നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണേലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ചും ആ പ്രിൻസിപ്പിൾ മോഡിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താ? ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല.
അടുത്തത് മെയിൻലി ബിഹേവിയർ. നമ്മൾ ഡെഫിനിഷൻ തന്നെ പഠിച്ച് എന്താ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഈ ഗൈഡ് ലൈൻസ്, ഈ പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് മാനേജേഴ്സിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഇത് മെയിൻലി ബിഹേവിയറൽ നേച്ചറാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മെയിൻലി ബിഹേവിയറൽ in nature, concerned with human behavior, helps in understanding relationship between human and material resources. ഇത് ഹ്യൂമനും മെറ്റീരിയൽ റിസോഴ്സും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാനല്ല ഹെൽപ്പ് ചെയ്യും. അടുത്തത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞു എന്താ, ഓരോ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യണേ. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ എല്ലാം അറിയാവുന്ന ഒരാൾക്ക്, എല്ലാ പ്രിൻസിപ്പിൾസും അറിയാവുന്ന ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താലേ വേറെ ടെക്നിക്സ് യൂസ് ചെയ്താൽ എന്ത് പറ്റും, എന്തായിരിക്കും അതിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിന്റെ ലൈക്ലി എഫക്റ്റ് എന്തായിരിക്കും എന്നെല്ലാം പ്രിൻസിപ്പിൾസ് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ കാണിച്ചു തരും. സിമ്പിൾ അല്ലേ, ക്ലിയർ അല്ലേ? കോണ്ടിൻജന്റ്. Applications depend on situation, time and conditions. Principles are not absolute. Contingent flexible same ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾ അറിയാവുന്ന ഒരാൾക്ക്, ഇപ്പൊ മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾ അറിയാവുന്ന ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലായോ? അപ്പൊ യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റിയിലേക്ക് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആയ ഇൻസൈറ്റ്, കുറച്ചുകൂടിയും യൂസ്ഫുൾ ആയിട്ട് പുള്ളിക്ക് മനസ്സിലാവും. കാരണം ഇപ്പൊ നമ്മ ഒരു കാര്യം പഠിച്ച കാര്യം ബേസ്ഡ് ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിൽ വരും എന്ത്, ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് വന്നേക്കണേ, അല്ലെങ്കിൽ ഇത് പിന്നെയും വരും. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ സിറ്റുവേഷൻസും മനസ്സിലാവും. അപ്പൊ പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി, ഇംപ്രൂവ് നോളജ്, എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഹെൽപ്സ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ക്വിക്ക്ലി. അപ്പൊ ഈ യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഉള്ളതുകൊണ്ട് എന്താ, നമുക്കൊരു പ്രോബ്ലം വരും, അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ മിനിമം റിസോഴ്സും കൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കലാണ് എന്ത്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് യൂസ് ചെയ്താൽ മിനിമം റിസോഴ്സസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റിസോഴ്സ് വേസ്റ്റ് ആവുന്നത് എങ്ങനെ? നമുക്കൊരു കാര്യം അറിയാണ്ട് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ബെസ്റ്റ് വേ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ട്രൈ ചെയ്യുന്ന ടൈമിൽ കുറെ റിസോഴ്സസ് ഇങ്ങനെ വേസ്റ്റ് ആയി പോകും. ഇവിടെ എന്താ നടക്കണേ? പ്രിൻസിപ്പിൾസിൽ ഇത് ഓൾറെഡി സ്റ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസിൽ നമ്മുടെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ കാര്യം പഠിച്ചില്ലേ? ഇവിടെ എന്ത് യൂസ് ചെയ്താൽ എന്ത് വരും എന്നെല്ലാം പ്രിൻസിപ്പിൾസ് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഒപ്റ്റിമം ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അറിയാവുന്ന ഒരാൾക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ചെയ്യാൻ പറ്റും. എൻജോർ ഒപ്റ്റിമം യൂസസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്, റെഡ്യൂസ് വേസ്റ്റേജ്, പ്രൊമോട്ട് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. സംഭവം ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത് ഒരിക്കലും ഈ കൊടുത്തതിന് ഡെഫിനേഷൻസ് ഒന്നും പഠിക്കരുത്. ഇത് ജസ്റ്റ് നമുക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി, പിന്നെയും റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പഠിക്കൽ എപ്പോഴും നമ്മുടെ NCERT തന്നെ പഠിക്കുക. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത സയന്റിഫിക് ഡിസിഷൻസ്. ഈ പ്രിൻസിപ്പിൾസ് എപ്പോഴും ഒരു ഊഹത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഊഹത്തിലൊന്നും ഉണ്ടാവും, ഒരു അസംപ്ഷൻ ഒന്നും ബേസ്ഡ് അല്ല, ഒരു അസംപ്ഷൻ ബേസ്ഡ് ഒന്നും അല്ല. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്ത് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം സയന്റിഫിക് ഡിസിഷൻസ് ആണ്. കാരണം ഇതിലെല്ലാത്തിലും ഒരു ലോജിക്ക, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഒരു കാരണമൊക്കെ ഉണ്ടാവും. ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ലോജിക് ആൻഡ് അനാലിസിസ്, ഫ്രീ ഫ്രം ബയസ് ആൻഡ് പ്രിജുഡൈസ്, ടൈംലി ആൻഡ് ജസ്റ്റിഫയബിൾ. അപ്പൊ ഇതില് ബയസോ പ്രിജുഡൈസോ അങ്ങനെ ഒന്നും ഉണ്ടാവൂല. ഇത് ഓരോ ലോജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഫാക്ട് നോക്കിയിട്ട് ആ ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് സയന്റിഫിക് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ അസംഷൻസ് ബേസ്ഡ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒന്നും അല്ല. ആ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്താ? സയന്റിഫിക് ആണ്, ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നു, അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ സയന്റിഫിക് ആണ്. അടുത്തത് മീറ്റ് ചേഞ്ചിങ് എൻവയൺമെന്റ്. എന്താണ് ഈ ചേഞ്ചിങ് എൻവയൺമെന്റ്?
നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യണ എൻവയൺമെന്റ് എപ്പോഴും ചേഞ്ചിങ് ആണ്, ഡൈനാമിക് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ല, ഡൈനാമിക് ആണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മ സിറ്റുവേഷൻ, ഇതിനനുസരിച്ച് ആ ഒരു എൻവയൺമെന്റ് ചേഞ്ച് ആവണനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ചേഞ്ച് ആവണം. അപ്പൊ ഈ മാനേജേഴ്സും വർക്കേഴ്സ് എല്ലാവരും ചിലപ്പോ എപ്പോഴും ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തെന്ന് വരൂല. കാരണം ഇപ്പൊ നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്, ലൈക്ക് ഒരു കാര്യം ചെയ്ത് നമുക്ക് കംഫർട്ട് സോൺ ആയി. ഇനി പെട്ടെന്ന് ടെക്നോളജീസ് ചേഞ്ച് ആയി കുറച്ചുകൂടി വേറെ ഡിഫറെന്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇനി അതായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതായിട്ട് പഠിച്ച് പിന്നെ അതായിട്ട് കംഫർട്ടബിൾ ആവാൻ ടൈം എടുക്കും. അപ്പൊ ഈ വർക്കേഴ്സ് എല്ലാം ഒന്ന് മടിക്കും, ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും ആ ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാനേജേഴ്സ് ഈ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും, ലീഡ് ചെയ്യും. ഈ ഒരു ഇങ്ങനെ ചെയ്തു നോക്ക്, ഇത് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ, മാനേജേഴ്സിന് ചേഞ്ചിങ് എൻവയൺമെന്റ്, ഈ ചേഞ്ച് ചെയ്യണ എൻവയൺമെന്റിനെ മീറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ ഹെൽപ്സ് മാനേജേഴ്സ് അഡാപ്റ്റ് ടു ഡൈനാമിക് ബിസിനസ് എൻവയൺമെന്റ് ആൻഡ് ന്യൂ ചലഞ്ചസ്. ഇനി അടുത്തത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എപ്പോഴും എല്ലാം ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്തിനാ, ലൈക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് തന്നെയാണ്. പക്ഷെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് മാത്രമാണോ? അല്ല. ഇതിന്റെ കൂടെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവും ഫുൾഫിൽ ചെയ്യണം. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച് ഇക്കോ ഫ്രണ്ട്ലി റിസോഴ്സസ് യൂസ് ചെയ്യുക, വീക്കർ സെക്ഷൻസിന് ജോബ് കൊടുക്കുക, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതുപോലെ ഓരോ സോഷ്യൽ ഒബ്ജക്റ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണ ഓരോ ആക്ഷൻസ് അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എൻകറേജസ് ഫെയർനെസ്, environment care, welfare of employees and society, help in ethical conduct. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂടെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബേസ്ഡ് ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്, പിന്നെ പഠിപ്പിക്കലല്ല. ഇപ്പൊ നമ്മളായാലും ബിസിനസ് സ്റ്റഡീസ് പഠിക്കണം, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ, ഫയറുടെ പ്രിൻസിപ്പിൾസ്, ടൈലറുടെ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം പഠിക്കുകയാണ്. ഇതുപോലെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ബേസിസ് ഫോർ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, ഹെൽപ്പ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. ഇതൊരു മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, റിസർച്ചിൽ ഇമ്പോർട്ടൻസ് എങ്ങനെ, ഈ ഒരു പ്രിൻസിപ്പിൾസ് ആണ് പഠിപ്പിച്ചു കൊടുക്കണേ. അതുകൊണ്ട് എന്താ, മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, റിസർച്ചിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞല്ല, സിമ്പിൾ അല്ലേ. ഇനി അടുത്താണ് ടൈലറിനെയും ഫയോളിനെയും പറ്റി പഠിക്കാൻ പോകണം. ആരാണ് ടൈലർ, ആരാണ് ഫയോൾ, അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കിടക്കുന്നുണ്ടാവും. പാർട്ട് 2 വന്നിട്ടില്ല, പാർട്ട് 2 വരും. പാർട്ട് 1 കിടക്കുന്നുണ്ട്, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മനസ്സിലാവും. ഇനി ടൈലറിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നോക്കാം. ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ് അബൌട്ട് FW ടൈലർ. അമേരിക്കൻ ഈ പുള്ളി ആരാ? ഈ പുള്ളി ഒരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമ്മുടെ FW ടൈലർ ആരാ? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും. നമുക്ക് 2 സ്റ്റഡീസ് ആണ് ഇത് പഠിക്കാനുള്ളത്, രണ്ടെണ്ണവും പഠിക്കാനുള്ളത്, സയന്റിഫിക് മാനേജ്മെന്റും ജനറൽ മാനേജ്മെന്റും. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാ? ടൈലർ. ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ ആരാ? ഫയോൾ. ഇനി ഫയോൾ ആരാ? ഫ്രഞ്ച് മാനേജ്മെന്റ് തിയറിസ്റ്റ് ആണ്. ഫയോളോ അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇനി ബിലീവ്ഡ് ഇൻ വൺ ബെസ്റ്റ് വേ ടു ഡു എ ജോബ്. ടൈലർ സയന്റിഫിക് മാനേജ്മെന്റിലെ ടൈലർ എന്താ ബിലീവ് ചെയ്തേ, ഒരു എന്ത് ജോബ് ആയാലും അതിൽ വൺ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടാവും, വൺ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ്. കോയിൻഡ് ദ ടേം സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പൊ ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ടേം കോയിൻ ചെയ്തത്. അപ്പൊ ഈ നമ്മുടെ ഫയോൾ എന്താ ചെയ്തേ, ഐഡന്റിഫൈഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് ഇനി കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ടൈലർ ആൻഡ് ഫയോൾ പഠിക്കാനുണ്ട്. ഭയങ്കര ഈസിയാണ്. നമ്മുടെ പാർട്ട് 1 വീഡിയോ ഉണ്ട്, കണ്ടോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണ്ടാവും. അപ്പൊ ഭയങ്കര ഈസിയാണ്. ലൈക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പിന്നെ അത് ലോജിക്കലാണ്, ഒരിക്കലും അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട സംഭവം ഒന്നും അല്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടൈലർ നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്.
നാലെണ്ണമാണ്, 4 പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുള്ള? സയന്റിഫിക് മാനേജ്മെന്റും പഠിക്കാനുണ്ട്, ജനറൽ മാനേജ്മെന്റും പഠിക്കാനുണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസിനെ പറയുന്നത് എന്താ? ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോണേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ സയൻസ് ആണ് പക്ഷെ നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയാനേ? പണ്ട് ലൈക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ തുടങ്ങിയ ടൈമില് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഫാക്ടറി ഓണേഴ്സ് ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്താൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യും. മനസ്സിലായോ? അവർക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അവരങ്ങ് ചെയ്യുമായിരുന്നു. അതിനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ടൈലർ എന്താ പറഞ്ഞേ? റൂൾ ഓഫ് തമ്പ് അല്ല വേണ്ടേ, സയന്റിഫിക് ഡിസിഷൻസ് ആണ് വേണ്ടേ. ഇവിടെ എന്താ? യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് നോട്ട് ട്രയൽ ആൻഡ് എറർ. അപ്പൊ ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറി വർക്കേഴ്സ്, ഫാക്ടറി മാനേജേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് എല്ലാം അവർക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തു നോക്കും. ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ കുറെ ട്രയൽ ആൻഡ് എറർ പ്രോബ്ലം ഉണ്ടാവും. ലൈക്ക് കുറെ റിസോഴ്സസ് വേസ്റ്റ് ആവും. കാരണം നമുക്ക് ഉറപ്പില്ല ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ എന്നാലും ചുമ്മാ ഒരു സിറ്റുവേഷൻ വരുമ്പോ ആ ഒരു ഫാക്ടറി ഓണേഴ്സിന്റെ മൈൻഡ് അക്കോർഡിംഗിൽ അവർ ഓരോന്നും ചെയ്തു നോക്കും. അപ്പൊ നമ്മുടെ ഫയോൾ നമുക്ക് മാറ്റി നോക്ക്. ടൈലർ എന്താ പറഞ്ഞേ? സയൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, സയന്റിഫിക് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, അല്ലാണ്ട് റൂൾ ഓഫ് തമ്പ് അല്ല. അടുത്തെന്താ? ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്താണ്? ഹാർമണി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? ഹാർമണി എന്ന് പറയുമ്പോൾ പീസ്, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലൊരു പീസ്ഫുൾ റിലേഷൻ, അതൊക്കെ അല്ലേ. ഡിസ്കോർഡ് എന്ന് പറയുമ്പോൾ എന്താ? ഫൈറ്റ്, രണ്ടുപേര് തമ്മിലുള്ള ഫൈറ്റിനെയൊക്കെയാണ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടൈലർ എന്താ പറഞ്ഞത്? ടൈലർ പറഞ്ഞ ഹാർമണിയാണ് വേണ്ടേ, ഡിസ്കോർഡ് അല്ല. ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയൂ? ഫാക്ടറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ കേസിൽ അല്ലെങ്കിൽ ഫാക്ടറീസിന്റെ കേസിലെല്ലാം ഈ മാനേജേഴ്സ് ആണ് ആരുടെ ഇടയിൽ നിൽക്കുന്നത്? ഓണേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും ഇടയിൽ നിൽക്കുന്ന ആരാ? മാനേജേഴ്സ് ആണ്. അപ്പൊ ഈ മാനേജേഴ്സിന്റെ വർക്ക് എന്താ? ഈ വർക്കേഴ്സിനെയും കൊണ്ട് പണിയെടുപ്പിക്കലും, പിന്നെ നമ്മുടെ ഓണേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുന്നത് എന്താ ഫോളോ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നതാണ് മാനേജേഴ്സ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓണേഴ്സ് എന്താ പറയണേ? അത് ഇംപ്ലിമെന്റ് ചെയ്യലും വർക്കേഴ്സിനോട് പണിയെടുപ്പിക്കലും എല്ലാമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ് വരണേ. ലൈക്ക് മാനേജേഴ്സ് ഇങ്ങനെ ഇംപ്ലിമെന്റ് ഇവരിങ്ങനെ ഫോഴ്സ് ചെയ്യും വർക്ക് ചെയ്യാനായിട്ട്, വർക്കേഴ്സ് ആണെങ്കിൽ ഇത് ഇഷ്ടാവില്ല. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഡിസ്കോർഡ് ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പൊ ടൈലർ എന്താ പറഞ്ഞേ? ഇവിടെ ഡിസ്കോർഡ് അല്ല വേണ്ടേ, രണ്ടുപേരും തമ്മിൽ ഹാർമണിയാണ്. വർക്കേഴ്സിന്റെയും മാനേജേഴ്സിന്റെ ഇടയിൽ ഹാർമണിയാണ് വേണ്ടേ, ഡിസ്കോർഡ് അല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫാക്ടറി സിസ്റ്റത്തിൽ ഓണേഴ്സിന്റെ ഇടയിലും വർക്കേഴ്സിന്റെ ഇടയിലും ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ആരാ? മാനേജേഴ്സ് ആണ്. അപ്പൊ മാനേജേഴ്സ് എന്താ ചെയ്യണേ? ഫാക്ടറി ഓണേഴ്സിന്റെ ഓർഡേഴ്സ് അല്ലെങ്കിൽ അവർ പറയുന്നത് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ മാനേജേഴ്സ് ആണ് ഈ വർക്കേഴ്സിനെ ഫോഴ്സ് ചെയ്യണം വർക്ക് ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും. അപ്പോ ഈ മാനേജേഴ്സിന്റെയും വർക്കേഴ്സിന്റെ ഇടയിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ടൈലർ എന്താ പറഞ്ഞേ? കോൺഫ്ലിക്റ്റ് അല്ല വേണ്ടേ, എന്താ? ഹാർമണി വേണം. ഹാർമണി ബട്ട് നോട്ട് ഡിസ്കോർഡ്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ. ഇനി അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ മെന്റൽ റെവല്യൂഷൻ ആണ് വേണ്ടത്. രണ്ടുപേരും തമ്മിലുള്ള അടി മാറ്റാനായിട്ട് നമുക്കൊരു മെന്റൽ റെവല്യൂഷൻ ആണ് വേണ്ടേ എന്നുകൂടി പറഞ്ഞത്. അതെല്ലാം ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പോകാനുള്ള ജസ്റ്റ് കൺസെപ്റ്റ് റിവൈസിങ് ആണ്. ഓക്കെ. ഇനി കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഈ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. ഇവിടെ പറയുന്നത് വെച്ചാൽ മാനേജേഴ്സും വർക്കേഴ്സും കോപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ആവുകയല്ല ചെയ്യേണ്ടത്. മാനേജേഴ്സ് വർക്കേഴ്സിന്റെ കൂടെ ആയാലും കോപ്പറേറ്റ് ചെയ്യണം, വർക്കേഴ്സ് മാനേജേഴ്സ് പറയണ പോലെ കോപ്പറേറ്റും ചെയ്യണം വേണ്ടത്. രണ്ടുപേരും ഒരുമിച്ചാണ് പോകേണ്ടത്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടല്ല. റീപ്ലേസ് കോമ്പറ്റീഷൻ വിത്ത് കോപ്പറേഷൻ, വർക്ക് ആസ് എ ടീം. ഈ കോമ്പറ്റീഷൻ, രണ്ട് മാനേജേഴ്സിന്റെയും വർക്കേഴ്സിന്റെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷൻ മാറ്റിയിട്ട് അവിടെ ഒരു കോപ്പറേഷൻ ആണ് കൊണ്ടുവരണ്ടേ എന്നാണ് ആര് പറഞ്ഞത്? ടൈലർ. ഓക്കെ. അപ്പൊ നമ്മുടെ തേർഡ് പ്രിൻസിപ്പിളും കഴിഞ്ഞു. ടൈലറിന്റെ എന്താ തേർഡ് പ്രിൻസിപ്പിളും കഴിഞ്ഞു. ഇനി ഫോർത്ത് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. പലർക്കും പല കാര്യങ്ങളുണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ എല്ലാത്തിനും. പക്ഷേ ഒരു ഓർഗനൈസേഷൻ മെമ്പർ ആയാൽ അവർ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ
ഈ വർക്കേഴ്സിനും അവരുടേതായ ഡെവലപ്മെന്റ് വേണം. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു their own പോസിബിലിറ്റീസ്. അവർക്ക് എവിടേക്ക് എത്താൻ പറ്റും അത്രയും അവർക്ക് ഡെവലപ്മെന്റ് വേണം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ടൈലർ എന്താ പറഞ്ഞത്? ഒരു സയന്റിഫിക് സെലക്ഷൻ ആണ് വേണ്ടത്. കറക്റ്റ് ആൾ, ഒരു ജോലിക്ക് പറ്റിയ ആളെ തന്നെ ഒരു ജോലിയിൽ കൊണ്ടുവന്നിടണം എന്നാണ് ആര് പറയുന്നത്? ടൈലർ പറയുന്നത്. സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പൊ എന്താ വേണ്ടേ? സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഈ 4 ആരുടെ? ടൈലറിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പൊ എന്നോട്ട് നോക്കി, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് അല്ല, സയൻസ് ആണ് വേണ്ടത്. സയന്റിഫിക് ഡിസിഷൻസ് ആണ് വേണ്ടത്. ഹാർമണി ആണ് വേണ്ടത്. ഡിസ്കോഡ് അല്ല. ഡിസ്കോഡ് എന്ന് പറയുമ്പോൾ അടിയല്ല, പക്ഷെ പീസ്. രണ്ടുപേരും തമ്മിലുള്ള ഹാർമണി ആണ് വേണ്ടത്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ എന്താ കോപ്പറേഷൻ ആണ് വേണ്ടത്. ആരൊക്കെ തമ്മിൽ? മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ആണ് വേണ്ടത്, അല്ലാണ്ട് ഇൻഡിവിജ്വലിസം അല്ല. അപ്പൊ രണ്ട് സ്ഥലത്ത് എന്താ വേണ്ടത്? മെന്റൽ റെവല്യൂഷൻ ആണ് വേണ്ടത്. കോമ്പറ്റീഷൻ മാറ്റി കോപ്പറേഷൻ ആക്കണം. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 4 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു. ഇനി ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഉണ്ട്. ഇത് ഭയങ്കര ഈസി ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ തുടങ്ങാം. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ? സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ഉണ്ടാവും. ലൈക്ക് മിനിമം ഈ ഒരു ടൂൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടൂൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് വെക്കണതിനൊക്കെയാണ് എന്ത് പറയണത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെത്തേഡ്, ടൂൾസ്, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ, പ്രോസസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പൊ ഈ സിംപ്ലിഫിക്കേഷൻ എന്താ? ഒരു ഓർഗനൈസേഷനിൽ പല പരിപാടികളുണ്ടാവും, പല വെറൈറ്റീസ് ഓഫ് പരിപാടികളുണ്ടാവും. അപ്പൊ ഈ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസും അവോയ്ഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് ഇവിടെ പറയണേ. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ എന്താ? ഒരു വർക്ക് ചെയ്യാൻ ഒരു ടൂൾ ഉണ്ടാവും. ആ ഒരു വർക്കിനെ പറ്റിയ സയന്റിഫിക്കലി ആ വർക്കിന് പറ്റിയ ടൂൾ ഉണ്ടാവും. അതായിരിക്കണം ആ ടൂൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിനെയാണ് സ്റ്റാൻഡേർഡ്. ആ ഒരു ടൂൾ ആയിരിക്കണം സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക് വെക്കല്, അതല്ല. ഇനി മെത്തേഡ് സ്റ്റഡി. എല്ലാവർക്കും എന്ത് വർക്ക് ആയിക്കോട്ടെ, എന്ത് വർക്കായാലും അത് ചെയ്യാൻ ഒരു ബെസ്റ്റ് വേ ഉണ്ടാവും. ഒരു ബെസ്റ്റ് വേ ടു ഡു അതുണ്ടാവും. അപ്പൊ ആ ഒരു ബെസ്റ്റ് വേ ടു ഡു കണ്ടുപിടിക്കാനായിട്ട് പലതും ചെയ്തു നോക്കും. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. സ്റ്റഡി ഓഫ് ഓൾ മെത്തേഡ്സ് ടു ഫൈൻഡ് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ്. അപ്പൊ എങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്യാം അതെല്ലാം ചെയ്ത് വൺ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ് കണ്ടുപിടിക്കാം. അതാണ് മെത്തേഡ് സ്റ്റഡി. മോഷൻ സ്റ്റഡിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന്റെ ഒക്കെ മോഷൻ, ഒരാളുടെ ക്ലോസ്ലിയും അവരുടെ മോഷൻസ് എല്ലാം, ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ അവരുടെ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം വാച്ച് ചെയ്യും. എന്നിട്ട് അതും അവരുടെ വർക്ക് നമ്മൾ നോക്കും. എന്നിട്ട് ഇതിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ് അവോയ്ഡബിൾ, അല്ലെങ്കിൽ ഇതെല്ലാം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തത് നോക്കിയിട്ട് അതെല്ലാം എലിമിനേറ്റ് ചെയ്ത് ആ ഒരു വർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് വർക്കേഴ്സ് മൂവ്മെന്റ്സ് ടു എലിമിനേറ്റ് അൺനെസസറി മോഷൻസ്. ഒരാവശ്യമില്ലാണ്ട് അവർ കിടന്ന് മൂവ് ചെയ്യുന്നതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് മോഷൻ സ്റ്റഡി ഉള്ളത്. ഇനി ടൈം സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും. ആ ഒരു ടൈം മെഷർ ചെയ്യാനായിട്ട് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്ത് ഒരു ടൈം പീസ് കയ്യിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം വെക്കും. ആ ഒരു ടൈമിന്റെ അകത്ത് ആ ഒരു വർക്ക് തീർക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഫാറ്റീഗ് സ്റ്റഡി. ഒരാളൊരു വർക്ക് ചെയ്താൽ കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് വേണം, എന്നാലാണ് ആ ഒരു സ്റ്റാമിന എല്ലാം റീഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു വർക്കേഴ്സിന് എന്തോരം റെസ്റ്റ് വേണം, എന്തോരം ഇന്റർവെൽസ് ആണ് ഓരോ വർക്കിനിടയിൽ വേണ്ടതെന്നെല്ലാം സ്റ്റഡി ചെയ്യുന്നതാണ് ഫാറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. ഹയർ ഫൈൻഡ് കോസ് ഓഫ് ഫാറ്റീഗ് ആൻഡ് ഫിക്സസ് റെസ്റ്റ് ഇന്റർവെൽസ് ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി. ഡിഫറൻഷ്യൽ പീസ് വെയ്റ്റ് സിസ്റ്റം. ഇതെന്താ? ഭയങ്കര ഈസി സംഭവമാണ്. എന്ന് വെച്ചാൽ സപ്പോസ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ദിവസം 10 യൂണിറ്റ്സ് ഓഫ് എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതിന്റെ 10 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പോളിസി അനുസരിച്ച്, ഈ ഒരു ടെക്നിക്ക് അനുസരിച്ച് ഒരാള് 10-ൽ കൂടുതൽ, ലൈക്ക് 10 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, 10-ൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈച്ച് യൂണിറ്റ്, ഇപ്പൊ അയാൾ 11 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അയാൾക്ക് ഓരോ യൂണിറ്റിനും 50 റുപ്പീസ് വെച്ച് കൊടുക്കും. അപ്പൊ ഇനി 10-ന്റെ അകത്താണ് 10 യൂണിറ്റ്സിന്റെ അകത്താണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. ഇപ്പൊ 2 വർക്കേഴ്സ് ഉണ്ട്. ഒരാള്
11 പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ അയാൾക്ക് എന്താ 50 rupees വെച്ച് കൊടുത്തു, അപ്പൊ 550 rupees കൊടുത്ത്. പക്ഷേ അതുപോലെ തന്നെ 10ന്റെ അടിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളുണ്ട്. ഇപ്പൊ ഒരു 8 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വർക്കർ ഉണ്ടെന്ന് വിചാരിച്ചു. അയാൾക്ക് അപ്പൊ എത്ര വേജ് കൊടുക്കണേ? അയാൾക്ക് അപ്പൊ കൊടുക്കുന്നത് 40 ആയിരിക്കും. 10ൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് എന്താ കൊടുത്തേ? 50 കൊടുത്തപ്പോ 10ൽ കുറവ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് എത്ര കൊടുത്തേ? 40 കൊടുത്തു. കണ്ട, ഇവിടെ ഒരു പീസ് വേജ് റേസ്, ഇവിടെ എന്താ പീസ് വേജ് സിസ്റ്റം വരെയാണ്. എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും വേജ് കൂടുതൽ കൊടുക്കണം. അല്ല, ഒരു സ്റ്റാൻഡേർഡ് വെക്കണം. ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും, ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ അകത്താണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും. സിമ്പിൾ അല്ലേ? ഇതാണ്. ഇനി നമുക്ക് എന്താണുള്ളത്? നമുക്ക് ഫയോളുടെ പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഫയോളുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമുക്കിനി, നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഉണ്ടാവും, ഞാൻ ഈ സ്ക്രീനിൽ ഞാൻ വേറെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിപ്പിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഫയോളിൽ ഉള്ളത്. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഈ 14 പ്രിൻസിപ്പിൾസ് കറക്റ്റ് ഓർമ്മ വരണ്ടേ? അപ്പൊ ഇതിനൊരു ഷോർട്ട് ഫോം ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രക്ക് ബുദ്ധിയുണ്ടോ? ഷോർട്ട് ഫോം ഒന്നും ഇല്ലാണ്ട് എല്ലാം 14 കറക്റ്റ് ഇങ്ങനെ ഓർമ്മ വരാനായിട്ട്? അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചോ. ഇപ്പൊ ഇല്ലെങ്കിൽ നമ്മ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക്. അപ്പൊ ഡാഡ് സീസ് ക്യൂരിയസ്, ഇതാണ് നമ്മുടെ ഷോർട്ട് ഫോം. എന്ത്? ഡാഡ്, DAD, സീസ്, SEES, ക്യൂരിയസ്. ഡാഡ് സീസ് ക്യൂരിയസ്. എന്താണ് നമ്മുടെ ഷോർട്ട് ഫോം? എന്താണ് നമ്മുടെ ഷോർട്ട് ഫോം? ഡാഡ് സീസ് ക്യൂരിയസ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ ഡാഡിന്റെ ഡി, ഡിവിഷൻ ഓഫ് വർക്ക്, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതിൽ പറയുന്നത് അറിയോ? ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഹോൾ വർക്ക്, ഒരു ഫുൾ വർക്ക് എന്താ, ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്. ഒരു വർക്കിനെ ഡിവൈഡ് ചെയ്യണം, സ്മോൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടാസ്കിനും ഓരോ ആൾക്കാരെ അസൈൻ ചെയ്യണം. According to this principle, whole work should be divided into small tasks and each task must be assigned to trained specialist who is competent to perform it. Fayol recommended work should be divided and allocated according to produce more and better. അപ്പം ഇവിടെ ഫയോൾ ഈ ഒരു തിയറി പറയാൻ കാരണം എന്താ? എന്നാലാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി എന്താ കറക്റ്റ് ആയിട്ട് ഒരു ടാസ്കിന് പറ്റിയ ആൾ തന്നെ അലോക്കേറ്റ് ചെയ്ത് ആ ഒരു വർക്ക് അസൈൻ ചെയ്താൽ എന്നാലാണ് അയാൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. മനസ്സിലായില്ല? അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു കംപ്ലീറ്റ് വർക്കിനെ സ്മോൾ വർക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ സ്മോൾ ടാസ്ക്സും ഓരോ ആൾക്കും എന്താ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇനി ഡിവിഷൻ ഓഫ് വർക്ക്, അപ്പൊ നമ്മുടെ ഡിവിഷൻ ഓഫ് വർക്ക് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി ഡി കഴിഞ്ഞ് ഇനി ഡാഡ് ആണ്. അപ്പൊ എ എന്ന് പറയുമ്പോ എന്താ? ഒതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് തന്നെ നോക്കോ, ഒതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കണ്ട. അപ്പൊ എന്താണ് ഈ അതോറിറ്റി, എന്താണ് റെസ്പോൺസിബിലിറ്റി? അതോറിറ്റി എന്ന് വെച്ചാൽ കമാൻഡ് ചെയ്യാനുള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്താൽ അതിന് അക്കൗണ്ടബിൾ ആവുക, അതിനെയാണ് എന്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫയോൾ എന്താ പറഞ്ഞത്? ഫയോൾ പറഞ്ഞത് ഒരാളുടെ അടുത്തുള്ള ഒതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആയിരിക്കണം. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒരാൾക്ക് കൂടുതൽ അതോറിറ്റിയും കുറവ് റെസ്പോൺസിബിലിറ്റിയും കൊടുക്കരുത്, അതുപോലെ തന്നെ ഒരാൾക്ക് കുറവ് അതോറിറ്റിയും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കരുത്. ഇങ്ങനെയാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഫയോൾ പറഞ്ഞത്. അപ്പൊ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലാകെ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഡിസിപ്ലിൻ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ, ഒരു ഓർഗനൈസേഷനിൽ ഓരോ റൂൾസ് ഒക്കെ ഉണ്ടാവും. ഈ റൂൾസ്
ഫോളോ ചെയ്യുന്നതിന്, ആ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ വിച്ച് ഇസ് നെസസറി ഫോർ ദ സിസ്റ്റമാറ്റിക് വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ സിസ്റ്റമാറ്റിക് വർക്കിങ്ങിന് വേണ്ടിയുള്ള ഓരോ റൂൾസും റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡാഡിന്റെ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്, എ എന്ന് പറയുമ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡി പിന്നെയുള്ള ഡി എന്താ ഇപ്പൊ പഠിച്ചത് ഡിസിപ്ലിൻ കഴിഞ്ഞല്ലേ. അപ്പൊ 3 പഠിച്ച്, സിമ്പിൾ അല്ലേ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തം എഴുതി കൂടെ എഴുതാം. ഇനി അടുത്തതാണ് ഡാഡ്. പിന്നെന്താ ഡാഡ് അത് കഴിഞ്ഞാൽ പിന്നെന്താ സീസ് ക്യൂരിയസ്. അപ്പൊ സീസിന്റെ എസ് എന്തായിരിക്കും, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇതെന്താ സംഭവം, നിങ്ങൾ ഈ ഒരു നെയിം ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയേ. സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ താഴത്തേക്കാക്കുക, അല്ലെങ്കിൽ താഴത്തേക്കാക്കുക ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ സബോർഡിനേറ്റ് ചെയ്യണം ടു ജനറൽ ഇൻട്രസ്റ്റ്. ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ജനറൽ ഇൻട്രസ്റ്റ് എന്താ, ആ ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയണേ, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനേക്കാളും സബോർഡിനേറ്റഡ് ആയിരിക്കണം. കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണ്ടേ, ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനാണ് കൊടുക്കേണ്ടത്. സിമ്പിൾ അല്ലേ, ക്ലിയർ അല്ലേ. ഇവിടെ എന്താ, according to this principle, interest of the organization as a whole must prevail over individual interest. In an organization, every individual have their own interest and organization has its own objective. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ആയിരിക്കണം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ഇനി ഇൻ ആൻ ഓർഗനൈസേഷൻ എവറി ഇൻഡിവിജ്വൽസ്, ഒരു ഓർഗനൈസേഷനിൽ പല ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഓരോരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദിസ് പ്രിൻസിപ്പൾ ഡിമാൻഡ്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഷുഡ് സാക്രിഫൈസ് ദെയർ ഇൻട്രസ്റ്റ് ഫോർ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ എന്താ പറയണേ, നമ്മുടെ ഫയോൾ ബ്രോ എന്താ പറയണേ, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി സബോർഡിനേറ്റഡ് ഫോർ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഡാറ്റ് സീസ്, അപ്പൊ എസ് കഴിഞ്ഞ് ഇനി ഇ. അപ്പൊ ഫസ്റ്റ് ഇ ആയിട്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റും, ഇ എന്ന് പറയുമ്പോ നമുക്ക് ഇക്വിറ്റി എടുത്തുകൂടെ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഡിഫറൻസ് തന്നെ അറിയായിരിക്കും. ഇക്വാലിറ്റി എന്താ, ഇക്വിറ്റി എന്താ, അതിന്റെ ഡിഫറൻസ് തന്നെ അറിയായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ബി കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ ബിഹേവിയർ ഓഫ് മാനേജേഴ്സ്. മാനേജേഴ്സിന്റെ ബിഹേവിയറിൽ എന്താ കൈൻഡ്നെസ്സും ജസ്റ്റിസും വേണം ടുവേർഡ്സ് എംപ്ലോയീസ്. ദീ ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് അമംഗ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ റിലീജിയൻ. അപ്പൊ ഈ മാനേജേഴ്സിന്റെ ബിഹേവിയർ ടുവേർഡ്സ് എംപ്ലോയീസ് ഒരിക്കലും കാസ്റ്റോ റിലീജിയനോ ജെൻഡറോ അങ്ങനെ ഒന്നും ബേസ്ഡ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റഡ് ആയിരിക്കരുത്. പക്ഷേ എന്താണ് there should not be discrimination among employees based on religion, caste, gender. According to this principle, there should be kindness and justice in behavior of managers towards employees. എല്ലാ എംപ്ലോയീസും ഒരേപോലെ ആയിരിക്കണം, അതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഡാറ്റ് സീസിലെ എസും കഴിഞ്ഞ് ഇയും കഴിഞ്ഞ് ഇനിയും ഒരു ഇ ഉണ്ട്. ആ ഇ എന്താ, ആ ഇനാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയണേ. എസ്പിരിറ്റ് ഡി കോപ്സ് നിങ്ങളൊന്ന് ആലോചിക്കേ. കോപ്സ് എന്ന് പറയുമ്പോ എന്താ ബോഡി എന്നല്ലേ? അതെ, കോപ്സ് അല്ല കോർപ്സ്. അപ്പൊ ഇവിടെ എന്താ സംഭവം വെച്ചാൽ അക്കോർഡിംഗ് ടു ഫയോൾ മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി അമംഗ് എംപ്ലോയീസ്. മാനേജേഴ്സ് ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ടു ബ്രിങ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അപ്പൊ ഈ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിളില് നമ്മുടെ ഫയോൾ എന്താ പറയണേ, ടീം സ്പിരിറ്റ് ആയിരിക്കണം മോർ ഇമ്പോർട്ടൻറ്റ്. ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി അമംഗ് എംപ്ലോയീസ്. യൂണിറ്റിയും ഹാർമണിയും, എംപ്ലോയീസിന്റെ ഇടയിൽ യൂണിറ്റിയും ഹാർമണിയും ഉള്ള ഒരു ടീം സ്പിരിറ്റ് ആണ് വേണ്ടത്. മാനേജേഴ്സ് എന്താ ചെയ്യേണ്ടത്, ഐ റീപ്ലേസ് ചെയ്യണം എന്ത്, വി. ഒരിക്കലും ഞാനാണ് അങ്ങനെ പറയരുത്, നമ്മളാണ്, അങ്ങനെ ഒരു ഡയലോഗാണ് വേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്, ഫയോൾ ബുക്ക്. അടുത്താണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരാള് ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ കൊടുത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് വർക്കിന് കയറ്റി, അയാള് പെട്ടെന്ന് തന്നെ അയാൾക്ക് സ്കില്ലുണ്ടോ എന്ന് മെഷർ ചെയ്തിട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിടുകയല്ല ചെയ്യണ്ടേ. പക്ഷേ ഒരാൾ ആ ഒരു പ്ലേസിൽ വന്നാൽ അയാൾക്ക് ടൈം കൊടുക്കണം. അയാൾക്ക് ടൈം കൊടുക്കണം. എന്തിന്?
അയാൾക്ക് ആ ഒരു ഓർഗനൈസേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അയാളുടെ സ്കിൽസ് യൂസ് ചെയ്യാനും സ്കിൽസ് കാണിക്കാനും ഉള്ള ടൈം കൊടുക്കണം. കാരണം ഇവിടെ എന്താ, ഈ ഒരു പ്രിൻസിപ്പിൾ പറയാൻ കാരണമുണ്ട്. ഓരോ ആൾക്കാർ വരുമ്പോൾ സ്കില്ലില്ലാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുമ്പോൾ അവിടെ എംപ്ലോയി ടേൺ ഓവറാ, പുതിയ ആൾ വരും, പിന്നെ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ് ആണ്. ഭയങ്കര കോസ്റ്റ് പല രീതിയിലും, ടൈം ആയാലും മണി ആയാലും. ഇപ്പൊ ഒരാൾ വന്നു, അയാള് ആ വർക്ക് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു ആ ഓർഗനൈസേഷനിൽ, പക്ഷെ അയാൾക്ക് അത് ചെയ്യാൻ പറ്റൂല. പെട്ടെന്ന് ലൈക്ക് അയാളെ പഠിപ്പിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഓർഗനൈസേഷന് ടൈം ആയാലും മണി ആയാലും വേസ്റ്റ് ആവുകയാണ്. അപ്പൊ ഫയോൾ എന്താ പറയണേ? ഫയോൾ പറയുന്നത് ഈ എംപ്ലോയി ടേൺ ഓവർ മിനിമൈസ് ചെയ്യണം. എന്നിട്ട് ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരാളെ എടുത്താൽ, ഒരു വർക്കിന് ഒരാളെടുത്താൽ അയാൾക്ക് അയാളുടേതായ സമയം കൊടുക്കണം, ഒരു മിനിമം ടൈം കൊടുക്കണം. എന്നാലാണ് അയാൾക്ക് ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് അയാളുടെ സ്കിൽസ് യൂസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. മിനിമൈസേഷൻ ഓഫ് എന്താ? മിനിമൈസേഷൻ ഓഫ് എന്ത്? എംപ്ലോയി ടേൺ ഓവർ. അതാണ്. അപ്പൊ ഡാറ്റ് സീസിലെ സീസും കഴിഞ്ഞു. ഡാറ്റ് സീസ് ക്യൂരിയസ് ആണ്. ഇനി ലാസ്റ്റ് ഒരു വേർഡ് ക്യൂരിയസ്, അതാണ് നമുക്ക് ബാക്കിയുള്ളത്. ക്യൂരിയസിലെ സി എന്താന്ന് നോക്കിയാലോ? സി എവിടെ? സി എന്ന് പറയുമ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഓൺ ദ ടോപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കലാണ് എന്ത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ടോപ്പിൽ എവിടെ ആയാലും പവേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കണേനാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഈ പവേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പവേഴ്സ് എല്ലാം ഓരോരോ ആൾക്കാർക്ക് കൊടുത്ത് ഇങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ദിസ് there should be balance between centralization and decentralization. ഇവിടെ പറയുന്നത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷന്റെയും ഇടയിൽ ഒരു ബാലൻസ് വേണം. അപ്പൊ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്ന ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് സ്പ്രെഡ് ചെയ്യുന്ന പവറിനും ഇടയിൽ ഒരു ബാലൻസ് വേണം. Centralization means concentration of decision making authority, whereas decentralization means evenly distribution of power. കോൺസെൻട്രേറ്റ് ചെയ്യലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലും. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്യലും, ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യണ പവേഴ്സും ഡീസെൻട്രലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ പവേഴ്സും തമ്മിൽ ഒരു ബാലൻസ് വേണം എന്നാണ് പറയുന്നത്. There is a need to involve subordinate in decision making through decentralization and manages retention of final authority through. അപ്പൊ ഇവിടെ ഫയോൾ എന്താ പറയണേ? ഇവിടെ എന്താ പറയണേ? ഫയോൾ എന്ന് പറയണേ മറന്നുമില്ല. ഫയോൾ പറയുന്നത് ഇവിടെ സബോർഡിനേറ്റിന് ഡിസിഷൻ മേക്കിംഗിൽ ഇൻവോൾവ് ചെയ്യണം. എങ്ങനെ? ഡീസെൻട്രലൈസേഷനിൽ കൂടെ. അതുപോലെ തന്നെ ഫൈനൽ പവർ ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കേണ്ട പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ വെക്കണം. ആരുടെ അടുത്ത്? ടോപ്പ് മാനേജേഴ്സിന്റെ അടുത്ത്. There is a need to involve subordinate in decision making through decentralization and managers retention of final authority through centralization. സിമ്പിൾ അല്ലേ? മാനേജർ. അപ്പൊ ഇവിടെ എന്താ പറയണേ? ഇവിടെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സും വേണം, കോൺസെൻട്രേഷൻ ഓഫ് പവേഴ്സും വേണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് എന്തിനാ? സബോർഡിനേറ്റ്സിനെ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ചെയ്യാനും. കോൺസെൻട്രേഷൻ ഓഫ് പവർ എന്തിനാ? ഫൈനൽ അതോറിറ്റി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഇനി ഡാറ്റ് ഈസ് ക്യൂരിയസില്ല സി കഴിഞ്ഞു. ഇനി യു എന്ന് പറയുമ്പോൾ എന്താ? യു എന്ന് പറയുമ്പോൾ രണ്ട് യുകളുണ്ട് നമുക്ക് ക്യൂരിയസില്ല. ഫസ്റ്റ് യു എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എടുക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഈച്ച് സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ. ഇവിടെ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ആ നെയിം തന്നെ മനസ്സിലായില്ലേ? യൂണിറ്റി ഓഫ് കമാൻഡ്. ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു എംപ്ലോയിന് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു മാനേജർ അക്കോർഡിംഗ് ടു ദിസ് ഈച്ച് സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ. ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമാണ് ഓർഡേഴ്സ് കിട്ടേണ്ടതും ആൻഡ് ഷുഡ് ബി ലയബിൾ അല്ലെങ്കിൽ ഷുഡ് ബി അക്കൗണ്ടബിൾ. ഇത് പറയാൻ എന്താ റീസൺ എന്ന് വെച്ചാൽ ഒരേ സബോർഡിനേറ്റ് തന്നെ രണ്ട് സുപ്പീരിയേഴ്സിൽ നിന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ആദ്യം ആര് പറയുന്നത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തേക്കണേ. അപ്പൊ ഇനി ആറാണുള്ളത്. എന്ന് പറയുമ്പോൾ എന്താ? എന്ന് പറയുമ്പോൾ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദ റെമ്യൂണറേഷൻ ആണ് നമ്മുടെ ആർ.
നമ്മുടെ ക്യൂരിയസിലെ ആർ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. ഇവിടെ എന്താ പറയണേ, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൾ ദ ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ മസ്റ്റ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയ്. ഇവിടെ പറയുന്നത് ഓവറോൾ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഓരോ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ഷുഡ് ബി ഫെയർ ആയിരിക്കണം. ആരോട്? വർക്കേഴ്സിനോട് ആണോ? അല്ല, ബോത്ത് വർക്കേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടണം. ആ ഫെയർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനും ഫെയർ ആയിരിക്കണം. ഇപ്പൊ ഒട്ടും ഏർണിങ്സ് ഇല്ലാണ്ട് പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന കമ്പനിയാണ്, അവര് ഈ വർക്കേഴ്സിന് ഫെയർ ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ സാലറി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായ? പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര റിച്ച്, ഭയങ്കര ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്, അവർക്ക് ഈ എംപ്ലോയീസിന് ഭയങ്കര സാലറി കുറവ് കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ആ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത്. ഷുഡ് ബി ഫെയർ ടു ബോത്ത് വർക്കേഴ്സിന്റെ ജോലിക്ക് അനുസരിച്ചുള്ള അവർക്കും ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം, കമ്പനിക്ക് ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കമ്പനി വർക്കേഴ്സിന് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനിയാണ് IOUS കൂടി. ഇനി ഐ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടുപിടിക്കണം. ഓക്കെ, ഇനിഷ്യേറ്റീവ്. ഐ എന്ന് പറയുമ്പോൾ ഇനിഷ്യേറ്റീവ്. ക്യൂരിയസിലെ ഐ എന്ന് പറയുമ്പോൾ ഇനിഷ്യേറ്റീവ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൾ എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ്. ഇനിഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് മോട്ടിവേഷൻ. എന്താണ് ഇനിഷ്യേറ്റീവ്? ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഒരു കാര്യം തുടങ്ങുന്നതിനൊക്കെയാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് മോട്ടിവേഷൻ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ വർക്കേഴ്സിന് എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ്. എംപ്ലോയീസിന് തന്നെ അവരുടേതായ പ്ലാൻസ് ഉണ്ടാക്കാൻ ഒരു ഓപ്ഷൻ കൊടുക്കണം, ആൻഡ് അവരെ അത് ക്യാരി ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് ഫയോട് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ചെയ്യാനും എൻകറേജ് ചെയ്യണം, അത് ക്യാരി ചെയ്യാനും എൻകറേജ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ ഐ. ഇനി O എന്ന് പറയുമ്പോൾ എന്താ? ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ? ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊന്നും തോന്നല്ലോ ഇപ്പൊ. ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് മസ്റ്റ് ബി ഇൻ എ സ്യൂട്ടബിൾ പ്ലേസസ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഫോർ മാക്സിമം എഫിഷ്യൻസി. പീപ്പിളും മെറ്റീരിയൽ റിസോഴ്സ് എന്തായാലും കറക്റ്റ് ഓർഡറിലല്ലേ, കറക്റ്റ് ഒരു പ്ലേസിലായിരിക്കണം ഫോർ മാക്സിമം എഫിഷ്യൻസി. ജസ്റ്റ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വെക്കേണ്ട സാധനം വെക്കേണ്ടവിടെ തന്നെ വെക്കണം, എന്നാലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൾ പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. അവരുടേതായ പ്ലേസസിലായിരിക്കണം, എന്നാലാണ് അപ്രോപ്രിയേറ്റ് ടൈമിൽ, ആ ഒരു ആവശ്യമുള്ള ടൈമിൽ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ഓർഡർ. ഇനി ലാസ്റ്റ് 2 ലെറ്റേഴ്സ് US എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് അമ്മ പറഞ്ഞു. അപ്പൊ അടുത്ത എന്തായിരിക്കും? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആയിരിക്കും. According to this concept, there should be only one head and one plan for activities having the same objective. ഒരു ഓർഗനൈസേഷനിൽ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, പല ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചില ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ്, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ അക്കോർഡിംഗ്ലി പറയുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ ആക്ടിവിറ്റീസിന്റെ ഒബ്ജക്റ്റീവ് സെയിം ആണോ അതിന്റെ എല്ലാത്തിന്റെയും ഹെഡ് അല്ലെങ്കിൽ സുപ്പീരിയർ സെയിം ആയിരിക്കണം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദർ ഷുഡ് ബി ഓൺലി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ ആക്ടിവിറ്റീസ്. ഹെഡ് മാത്രമാണോ? അല്ല, വൺ ഹെഡ് വൺ പ്ലാൻ ആയിരിക്കണം വിത്ത് ഫോർ ഓൾ ആക്ടിവിറ്റീസ് ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ആക്ടിവിറ്റീസ് ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള ആക്ടിവിറ്റീസിന് എല്ലാത്തിനും ഒരേ പ്ലാനുമായിരിക്കണം, ഒരേ ഹെഡുമായിരിക്കണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് എസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമ്മൾ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓവർ ജനറൽ ഇൻട്രസ്റ്റ് പറഞ്ഞു. അപ്പൊ എസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് സ്കേലാർ ചെയിൻ ആണ്. സ്കേലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്ര ഉള്ളു സംഭവം. സ്കേലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷനും ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷനും അവരുടെ റാങ്കിങ്സ് എല്ലാം ഒരു ഓർഡറിലായിരിക്കണം. ഇത് നോക്കിയേ, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓർഡർ. ഇതൊക്കെ ഇങ്ങനെ താഴേക്ക് ഫ്ലോ കണ്ട. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്കേലാർ ചെയിനിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എഫിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
എഫ് ഇനോട് പറയണം, ഇ ഡിനോട് പറയണം. അങ്ങനെ പറഞ്ഞ് എന്നാലാണ് മുകളിലെത്താൻ പാടുള്ളൂ, അല്ലാണ്ട് ഇവർക്ക് ഡയറക്റ്റ് മുകളിലേക്ക് വരാൻ പാടില്ല. ഇനി ഇൻ കേസ് ഓഫ് എമർജൻസി, ഈ ഇപ്പൊ ഡീനാന്ന് വിചാരിച്ചോ, ഡീന് കുറച്ച് എമർജൻസി ആയിട്ട് ലീവ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഡീന് വേണമെങ്കിൽ ഈ എൻ ആയിട്ട് സംസാരിക്കാൻ പറ്റും. മനസ്സിലായ? ഇൻ കേസ് ഓഫ് എമർജൻസി ഉള്ള എമർജൻസിയുടെ കേസിൽ മാത്രം. അതിനെയാണ് എന്ത് സ്കേലാ ചെയിൻ, അതിനെയാണ് എന്ത് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫുൾ ചെയിനിന് എന്ത് പറയണേ, ഈ ഒരു ഫുൾ ചെയിനാണ് സ്കേലാ ചെയിൻ എന്ന് പറയണേ. ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കിയാലോ. ഓക്കെ, ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കിയാലോ. സ്കേലാ ചെയിൻ, ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ലൈൻ ഓഫ് അതോറിറ്റിയുടെയും കമ്മ്യൂണിക്കേഷന്റെയും ആ ഒരു ഓർഡറിനെയാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പം ടോപ്പിൽ നിന്ന് താഴേക്കായാലും മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കായാലും ഒരിക്കലും എഫിന് ഡയറക്റ്റ് എനോടോ ഇന് ഡയറക്റ്റ് എനോടോ ഡിന് ഡയറക്റ്റ് എനോടോ സംസാരിക്കാൻ പറ്റൂല. പക്ഷെ എഫിനൊരു കാര്യം എനോട് പറയണമെങ്കിൽ, ലോയിൽ നിൽക്കുന്ന ഒരാൾക്ക് ടോപ്പിലുള്ള ഒരാളോട് പറയണമെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യണം. അതിനാണ് ഇവിടെ എന്ത് പറയണേ, സ്കേലാ ചെയിൻ എന്ന് പറയണേ. ഇൻ കേസ് ഓഫ് എമർജൻസി ആ ഒരു സെയിം ലെവലുള്ള ആൾക്കാരായിട്ട്, ആ ഒരു സെയിം ലെവലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. അതിനാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയണേ. ഗ്യാങ് പ്ലാങ്ക് അത് ഇൻ കേസ് ഓഫ് എമർജൻസി ഓൺലി. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഈസി അല്ലേ. ഫയറുടെ പ്രിൻസിപ്പിളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരാഴ്ച മനസ്സിലാക്കിയാൽ ഈ ഒരു കോഡ് വേർഡ് എന്താ, ഡാറ്റ് ഈസ് ക്യൂരിയസ്, ആ ഒരു കോഡ് വേർഡും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ പറ്റൂലേ? പറ്റും. അപ്പൊ നമ്മുടെ റിവിഷന്റെ സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഈ അടുത്ത് തന്നെ വരും. സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.